എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി GNM, ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ANM കോഴ്സിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണ്. കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമാണ്. ഡേറ്റ് പിന്നെ അറിയിക്കുന്നതാണ്. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റ് ഇന്ന് വൈകിട്ട് 4 മണി വരെയാണ് സമയം. അതിനുള്ളിൽ റീഅറേഞ്ച് ചെയ്യുന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അലോട്ടഡ് ലിസ്റ്റിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ സ്റ്റുഡൻസിനെയാണ്, ഏതൊക്കെ റാങ്കുള്ള കാൻഡിഡേറ്റ്സിന് എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ ഇൻഡെക്സ് എടുത്തിട്ടുണ്ടെന്നൊക്കെ എല്ലാ കോളേജസിൻ്റെയും ANM GNM കോഴ്സസിൻ്റെ എല്ലാ കോളേജസിലെയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സീറ്റ്സിന് എത്ര ശതമാനം റിസർവേഷനാണുള്ളത് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഒഫീഷ്യൽ സൈറ്റിലെ പ്രോസ്പെക്ടസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരത്ത് 30 സീറ്റ്സ് SC കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു സീറ്റ് ANM കാൻഡിഡേറ്റിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോഴിക്കോടാണെങ്കിൽ 30 സീറ്റ് SC കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോട്ടയത്ത് 30 സീറ്റ്സ് ST കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. സോ ടോട്ടൽ 90 സീറ്റ്സ് അതിന് വേണ്ടിയാണ്. 20% സീറ്റ്സും ഗവൺമെൻറ് കോളേജസ് ആയിട്ടുള്ള തിരുവനന്തപുരം, കോഴിക്കോട്, പിന്നെ കോട്ടയത്തൊക്കെ മെയിൽസിന് വേണ്ടിയുള്ളതാണ്. മെയിൽസിൻ്റെ ആബ്സൻസിൽ ആ സീറ്റ് ഫീമെയിൽസിന് പോകുന്നതായിരിക്കും. ST കാൻഡിഡേറ്റ്സ് ആബ്സെൻ്റ് ആണെങ്കിൽ ആ സീറ്റ് SC കാൻഡിഡേറ്റ്സിന് പോകുന്നതായിരിക്കും. സോ ടോട്ടൽ എത്ര സീറ്റ്സ് ഉണ്ടെന്ന് ഓരോ കോളേജസിന് നേരെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ANMനും GNMനുള്ള കോളേജസിൻ്റെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിലുള്ള സീറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഓരോ കാറ്റഗറി സീറ്റ്സിൻ്റെ പെർസെൻറ്റേജ് ആണ്. സ്റ്റേറ്റ് മെറിറ്റ് അതായത് SM 50% സീറ്റ്സ് എടുക്കും. അതിലൂടെ ഫോർവേഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു EWS കാറ്റഗറിയിൽ വരുന്നത് 10% സീറ്റ്സ്. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയിട്ടുള്ള അതായത് SCBCയിലെ 30% സീറ്റ്സ് വരുന്നത്. SCBCയിലുള്ളത് ഈഴവ ESET 9% സീറ്റ്സ്, മുസ്ലിം MUവിന് 8% സീറ്റ്സ് വീതമുണ്ട്. അതർ ബാക്ക്വേർഡ് ഹിന്ദു അതായത് BHന് 3%, ലാറ്റിൻ കാത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ LC കാറ്റഗറിക്ക് 3% സീറ്റ്സ്. ധീവര പിന്നെ അതേപോലത്തെ കമ്മ്യൂണിറ്റീസിന് 2% സീറ്റ്സാണ്. വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിനും 2%, കുശാവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിനും 1% സീറ്റ്സ് വരുന്നു. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യന് അതായത് PXന് 1% സീറ്റ്സ്, കുടുംബി 1% സീറ്റ്സാണ്. SC ST വിഭാഗത്തിന് 10% സീറ്റ്സ്, അതിൽ SC കാസ്റ്റിന് 8% സീറ്റ്സും ST കാസ്റ്റിന് 2% സീറ്റ്സും ഇതാണ് വരുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ 50% സീറ്റ്സും സ്റ്റേറ്റ് മെറിറ്റ് വരികയാണ്. ബാക്കി 50% ഓരോരോ കമ്മ്യൂണിറ്റീസിനും കൂടെ ചേർന്നാണ് ബാക്കി 50% എടുക്കുന്നത് ഓരോ കോളേജസിനും. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ കാണാൻ എല്ലാവർക്കും താങ്ക് യു.